ഹെയർ ഓയിൽ നമ്മൾ അപ്ലൈ ചെയ്യുന്ന മുന്നേ കുറച്ച് കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. എന്നാൽ മാത്രമേ നമ്മൾ ഹെയർ ഓയിൽ തേക്കുന്നതിനുള്ള എഫക്റ്റീവ്നെസ് നമുക്ക് തലമുടിയിൽ വരത്തുള്ളൂ. നമ്മുടെ ബിൽട്ടപ്പ് പ്രൊഡക്ട്സ് ഉണ്ടാവും. നമ്മൾ എത്രത്തോളം നമ്മൾ സ്കാൽപ്പ് ഡേർട്ടി ആയിട്ട് ഇരിക്കുവാണെങ്കിൽ അപ്പോൾ ബിൽട്ടപ്പ് പ്രൊഡക്ട്സ് ബിൽട്ടപ്പ് ആയിട്ട് ഇരിക്കാനുള്ള ചാൻസ് കൂടുതലാണ്. അതുകൊണ്ട് സ്കാൽപ്പ് നന്നായിട്ട് മസാജ് ചെയ്ത് സർക്കുലർ മോഷനിൽ മസാജ് ചെയ്ത് ബിൽട്ടപ്പ് പ്രൊഡക്ട്സിനെ മാറ്റണം. അതുപോലെ തന്നെ നമ്മൾ സർക്കുലർ മോഷന് നമ്മൾ സ്കാൽപ്പ് മസാജ് ചെയ്യുമ്പോൾ ബ്ലഡ് സർക്കുലേഷനും കൂടും. അതുപോലെ തന്നെ നമ്മൾ ഹെയർ ഓയിൽ അപ്ലൈ ചെയ്യുന്ന മുന്നേ സോഫ്റ്റ് ബ്രിസിൽസ്, ബേസിക്കലി ഒരു വുഡൻ ബ്രഷ് യൂസ് ചെയ്യുന്നതായിരിക്കും നല്ലത്. അതും വിട്ട് കൂടിയ ബ്രിസിൽസ് ഉള്ള വുഡൻ ബ്രിസിൽസ് ഉള്ള കോമ്പ് അല്ലെങ്കിൽ സോഫ്റ്റ് ബ്രിസിൽസ് ആയിട്ടുള്ള കോമ്പ് വെച്ചിട്ട് നന്നായിട്ട് ഡീടാങ്കിൾ ചെയ്യുന്ന ചെടയൊക്കെ കളഞ്ഞിട്ട് വേണം നമ്മൾ ഹെയർ ഓയിൽ അപ്ലൈ ചെയ്യാൻ. അപ്പം ആദ്യം തന്നെ ചെട കളയണം. അതുപോലെ തന്നെ നമ്മൾ സ്കാൽപ്പ് മസാജ് ചെയ്യണം. സ്കാൽപ്പ് മസാജ് ചെയ്യണ കാരണങ്ങളാണ് നമ്മുടെ ബ്ലഡ് സർക്കുലേഷൻ പ്രൊമോട്ട് ചെയ്യും, ഹെയർ ഗ്രോത്തിനെ അതുകൊണ്ട് പ്രൊമോട്ട് ചെയ്യും. അതുപോലെ തന്നെ ബിൽഡപ്പ് പ്രൊഡക്ട്സ് ഉണ്ടാകത്തില്ല. അപ്പം ഇത്രയും കാര്യങ്ങൾ ചെയ്തതിന് ശേഷം മാത്രമേ നമ്മൾ തലമുടിയിൽ എണ്ണ പുരട്ടാൻ പാടുള്ളൂ. അപ്പോൾ ഇതുപോലത്തെ ഹാക്സ് അറിയാൻ വേണ്ടിയിട്ട് നിങ്ങളുടെ പേജ് ഒന്ന് ഫോളോ ചെയ്യുക. പിന്നെ ഇതുപോലെ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ എന്തെങ്കിലും ഹെയർ കെയറിനെ പറ്റി നിങ്ങൾക്ക് അറിയണമെങ്കിൽ എന്നോട് കമൻറ്റ് സെക്ഷനിൽ ചോദിക്കുവാണെങ്കിൽ ഞാൻ റിപ്ലൈ തരുന്നതായിരിക്കും.